ഹലോ മച്ചാമാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് പാല റോയൽ എൻഫീൽഡ് വെളിയത്ത് മോട്ടോഴ്സിന്റെ ഷോറൂമിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ജാക്കറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഷോറൂമിലേക്ക് കയറാം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് ഞാൻ പറഞ്ഞ റോയൽ എൻഫീൽഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ജാക്കറ്റ്. ഇതിന്റെ പ്രൈസ് 4950 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നോക്സിന്റെ ലെവൽ 1 പാഡിംഗ് ആണ് ഈ ജാക്കറ്റിന്റെ ഒപ്പം നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് സ്ട്രീറ്റ് വിൻ വേർഷൻ 2 എന്ന് പറയുന്ന ജാക്കറ്റ്. ഇത് 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക്, ഗ്രീൻ, റെഡ്, ബ്രൗൺ ആൻഡ് ഗ്രേ. ഈ 5 കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. ഈ ജാക്കറ്റ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് പ്രീമിയം ലുക്കാണ് ഈ ജാക്കറ്റ് നമുക്ക് വരുന്നത്. ഒരു പ്രീമിയം ലുക്ക്, അതായത് പ്രൈസ് കുറവാണെങ്കിലും ഗുണം മെച്ചം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ മറ്റന്മാരെ, നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന്. നോക്സിന്റെ ലെവൽ 1 പാഡിങ്ങോട് കൂടിയാണ് നമുക്ക് ഈ ജാക്കറ്റ് അവൈലബിൾ ആകുന്നത്. നോക്സിന്റെ പാഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പാഡിംഗ് തന്നെയാണ് റോയൽ എൻഫീൽഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്സ് 5 ഇയേഴ്സ് വാറന്റിയാണ് ഈ ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ 5 ഇയേഴ്സ് വാറന്റി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജാക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നോക്സിന്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് 5 ഇയർ വാറന്റി ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം റോയൽ എൻഫീൽഡ് ഒരു 6 months ഇതിന്റെ സ്റ്റിച്ചിങ് വാറന്റിയാണ് റോയൽ എൻഫീൽഡ് തരുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ജാക്കറ്റിൽ റെഡ് ലൈനിങ്ങോട് കൂടിയാണ് ബ്ലാക്ക് ജാക്കറ്റ് അവൈലബിൾ ആണ്. ഈ സിബിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ റെഡ് കളർ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ലുക്കാണ് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കോർഡോറയുടെ മെറ്റീരിയലാണ് നമുക്ക് ഈ ജാക്കറ്റ് റോയൽ എൻഫീൽഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ സ്റ്റിച്ചിങ്ങിനാണ് നമുക്ക് 6 മാസത്തെ വാറന്റി റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തത്. നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ജാക്കറ്റിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കാം. ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ ആദ്യമേ നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു റെഡ് ലൈൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെഡ് കളറിലുള്ള ഒരു സിബിങ് ആണ് റോയൽ എൻഫീൽഡ് ജാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. പാഡിങ്ങിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഷോൾഡറിലും എൽബോയിലുമാണ് നമുക്ക് ഇവിടെ പാഡിങ് അവൈലബിൾ ആകുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിലേക്ക്, ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോയൽ എൻഫീൽഡ്, അതായത് നമ്മുടെ ബൈക്കിലൊക്കെ കൊടുക്കുന്ന അതേ ലോഗോ തന്നെ നമുക്ക് ഈ ജാക്കറ്റിലും റോയൽ എൻഫീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് നല്ലൊരു ബാക്ക് പ്രൊട്ടക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജാക്കറ്റ് ഉൾവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ഇന്നർ പോക്കറ്റ്സ് അവൈലബിൾ ആണ്. അതോടൊപ്പം നമ്മുടെ റൈഡിംഗ് ബാൻഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള 2 പാൻഡിങ് ഹുക്സ് ഇവിടെ അവൈലബിൾ ആണ്. 80% മെഷ് കണ്ടന്റോടുകൂടിയാണ് ഈ ജാക്കറ്റ് നമുക്ക് അവൈലബിൾ ആകുന്നത്. എയർ സർക്കുലേഷൻ കൂടാൻ വേണ്ടിയാണ് മെഷ് കണ്ടന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡേ ടൈമിൽ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റ് തന്നെയാണ് റോയൽ എൻഫീൽഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ജാക്കറ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ലെവൽ 1 ജാക്കറ്റിൽ ഇത്ര അഡ്ജസ്റ്റബിലിറ്റി ഉള്ള വേറൊരു ജാക്കറ്റ് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ജാക്കറ്റ് ജസ്റ്റ് ഷൂട്ടപ്പ് നോക്കിയപ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്ന ഒരു ജാക്കറ്റ് തന്നെയാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ജാക്കറ്റ് എന്ന് വേണം നമുക്ക് പറയാം. വലിയ വെയിറ്റ് ഒന്നും ഇല്ല, നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റ് തന്നെയാണ്. അപ്പോൾ മച്ചാന്മാരെ, എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ജാക്കറ്റ് XL ആണ്. ഇതിന്റെ സൈസ് വരുന്നത് XL ആണ്. അപ്പോൾ എനിക്ക് XL ഭയങ്കര വലുതാണ്.
പക്ഷെ എന്നാൽ കൂടി നമുക്ക് സ്ട്രാപ്പ് ഉള്ളതാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പൊ നിങ്ങൾ ജാക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈസിനേക്കാളും ജസ്റ്റ് ഒരു സൈസ് കൂടുതൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. നമ്മളിതിന്റെ ഡ്രോബാക്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് തെർമൽ ലൈനേഴ്സും റെയിൽ ലൈനേഴ്സും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഹൈ റേഞ്ച് ഒക്കെ കയറുമ്പോഴത്തേക്ക് തെർമൽ ലൈനേഴ്സ് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ തെർമൽ ലൈനേഴ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. അതേപോലെ തന്നെയാണ് റെയിൽ ലൈനേഴ്സ് നമ്മൾ വേറെ ബ്രാൻഡിന്റെ അല്ല റോയൽ എൻഫീൽഡിന്റെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മേളിലായിട്ട് ജാക്കറ്റിന്റെ ഉള്ളിലല്ല ജാക്കറ്റിന്റെ മേളിലായിട്ട് നമുക്ക് ഇടാവുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഇന്ന് അകത്ത് വരുന്നതിനേക്കാൾ നമ്മൾ പുറത്തിരുന്നായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ജാക്കറ്റ് ഒട്ടും വെറ്റാകാതെ നമുക്ക് അടുത്ത റൈഡിന് പോകുമ്പോഴാണെങ്കിലും നമുക്ക് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മച്ചാന്മാരെ, ഈ ജാക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് വെളിയത്ത് മോട്ടോഴ്സ് പാലയാണ്. ജാക്കറ്റിന്റെ എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ്. ഇത് സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്ത് വരിക. മച്ചാന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much for supporting me, guys. It's me, Ashim.